കർത്താവിനും സഭയ്ക്കും വേണ്ടി സഹായം ദൈവത്തിൽ നിന്ന്. എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ അജോ. 2026 മെയ് മാസം 22 മുതൽ ജൂൺ 23 വരെ മെഡ്ജുഗോരയിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുകയാണ്. നമ്മുടെ സഭയിൽ പ്രധാനമായിട്ടും വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന തിരുനാളുകൾ ഏതൊക്കെയെന്ന് ഒന്ന് മനസ്സിലാക്കാം. ദൈവമാതൃത്വ തിരുനാൾ ജനുവരി 1 മുതൽ, ശുദ്ധീകരണ തിരുനാൾ ഫെബ്രുവരി 2-ന്, ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ഫെബ്രുവരി 11-ന്, മംഗളവാർത്ത തിരുനാൾ മാർച്ച് 25-ന്, സ്വർലോക രാജ്ഞിയുടെ തിരുനാൾ മെയ് 1-ന്, ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ മെയ് 13-ന്, സന്ദർശന തിരുനാൾ മെയ് 31-ന്, വിമല ഹൃദയ തിരുനാൾ ജൂൺ മാസത്തിൽ, റോസമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 13-ന്, കർമ്മല മാതാവിൻ്റെ തിരുനാൾ ജൂലൈ 16-ന്, സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് 15-ന്, ജനന തിരുനാൾ സെപ്റ്റംബർ 8-ന്, വ്യാകുല മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 15-ന്, ദിവ്യകാരുണ്യ മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 24-ന്, ജപമാല റാണിയുടെ തിരുനാൾ ഒക്ടോബർ 7-ന്, അമലോത്ഭവ തിരുനാൾ ഡിസംബർ 8-ന്. ഡിവൈൻ മേഴ്സി പിൽഗ്രിമേജ് എല്ലാ വർഷവും മെഡ്ജുഗോരയിലേക്ക് നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 3ാമത്തെ യാത്രയാണ് 2026 ജൂൺ മാസം 22 മുതൽ 27 വരെ നടക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒരാഴ്ചക്കാലം താമസിച്ചുള്ള ധ്യാനം കൂടുമ്പോൾ ലഭിക്കുന്ന വിശുദ്ധിയും അഭിഷേകവും നമ്മളോടുകൂടെ തീർത്ഥയാത്രയ്ക്ക് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പരിപൂർണമായ ഒരുക്കത്തോടെ പ്രത്യേകമായി 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന് ശേഷം മെഡ്ജുഗോരയിൽ വെച്ച് സമർപ്പണം നടത്തുകയും നമ്മളോടൊപ്പം വരുന്ന വൈദികൻ്റെ ആത്മീയ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി അവിടെ വെച്ച് പൂർണ്ണമാക്കുന്ന ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ഒരു സന്ദേശവും പ്രചോദനവും നൽകുവാൻ കാരണമാകും വിധമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെയ് മാസം 22 മുതൽ 33 ദിവസത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ വേണ്ടിയിട്ട് ഒരുക്ക പ്രാർത്ഥനകളുടെ ഒരു ക്രമം എപ്രകാരമായിരിക്കണമെന്ന് സൂചിപ്പിക്കട്ടെ. ഒന്നാമതായി, അതാത് ദിവസങ്ങളിലെ ഒരുക്ക ധ്യാന വായനയെക്കുറിച്ച് ഇവിടെ 33 ദിവസത്തേക്ക് പ്രത്യേകമായി നൽകുന്നുണ്ട്. രണ്ടാമതായി, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. മൂന്നാമത്, പ്രതിഷ്ഠാ ജപം ചൊല്ലുന്നു. നാലാമത്, ത്രികാല ജപം ചൊല്ലുന്നു. അഞ്ചാമതായി, പുണ്യങ്ങളുടെ ജപമാല ചൊല്ലുന്നു. അതിനുശേഷം നാം പരിശുദ്ധ മാതാവിനോട് ആറാമതായി ജപം ചൊല്ലുകയാണ്. പന്തക്കൊസ്തയുടെ പ്രാർത്ഥന 7ാമതായി ചൊല്ലുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുക്ക ധ്യാനത്തിൻ്റെ 1ാമത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകാം. ഇത് അനുദിനം വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. നാം പലപ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളാലോ നമ്മുടെ പ്രാർത്ഥനകളിൽ വിഘ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡിവൈൻ മേഴ്സി പിൽഗ്രിമേജിൻ്റെ ഓരോ അംഗങ്ങളും അതിൽ യാതൊരുവിധ തടസ്സങ്ങളും നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ വർഷം മുതൽ വളരെ ലളിതമായ ഫോർമാറ്റിൽ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയും നമ്മൾ ചെയ്തിരുന്നത് വിശുദ്ധ ലൂയിസ് ഡി മോണ്ടിഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തിയും ക്രിസ്ത്യാനികരണവും ആസ്പദമാക്കിയായിരുന്നു. ഈ വർഷത്തിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നും വിമല ഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്തുകൊണ്ട് നമ്മുടെ മരണം വരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിലൂടെ ഈശോയിലേക്ക് എത്തുവാൻ, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.